ഞാൻ ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പിന്നെ കക്കിരിക്കും താലോലിക്കും സ്ലറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കലക്കി ഒഴിച്ച് കൊടുക്കാനാണ് പോകുന്നത്. അത് എന്തെല്ലാം വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചാണകം, പിന്നെ കടലപ്പിണ്ണാക്ക്, പിന്നെ പിന്നെ ചാരം, പിന്നെ കഞ്ഞിവെള്ളം, പിന്നെ വെല്ലം, ഇതെല്ലാം കൂടി കലക്കി പിന്നെ പൊതിർത്ത് ഇതെല്ലാം കൂടി കലക്കിയിട്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു അത് ഇന്നിപ്പോൾ ഇത് കൊടുക്കാൻ പോകുന്നു. അതാണ് ഈ ചാണകം. ഇത് ഞാൻ ഒഴിച്ച് കൊടുക്കട്ടെ ഇനിയേ. ഇതാണ് ഒഴിക്കുന്നത്. ഇതുണ്ട ഇതാണ് സ്ലറിയായി. ഇതാണ് സ്ലറി. ഇതാണിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നല്ല ഇതിപ്പോൾ ഇനിയിപ്പോൾ ആയിക്കഴിഞ്ഞാൽ നല്ല കറുത്ത് അന്ന് നല്ല കായും പൂവെല്ലാം ഇങ്ങനെ ഉടനടിയും തലയെല്ലാം വൃത്തിയോടെ അങ്ങ് പോയിക്കോളും. ഇത് ഒഴിച്ച് കൊടുക്കട്ടെ ഇനി. ഇത് ഉണ്ടാക്കിയിട്ട് ആഴ്ചക്കും കൊടുക്കാമെങ്കിൽ അത്രയും നല്ലത്. അതൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു പ്രാവശ്യം കൊടുത്തില്ല. ഇത് രണ്ടാമത്തെ പ്രാവശ്യം വളം കൊടുക്കലായി. ബാക്കി ഈ ചാണകത്തിനെ കൊണ്ട് ആഴ്ചക്കന്നെ വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല ഉഷാറായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് പന്തൽമേൽ പടർന്ന് കയറി വരണ്ടെങ്കിൽ പടർന്നിട്ട് കൂടുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. എന്നാൽ വേഗം പടർന്ന് കഴിക്കുള്ളൂ. ഇത് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ പിന്നെ നല്ല ശരിക്കും പടർന്ന് കയറി നല്ല പന്തൽ നിറച്ചുണ്ടായിട്ടാകുമ്പോൾ ഇഷ്ടംപോലെ കായ് തല പൊട്ടും. കൂടുതൽ തല പൊട്ടാൻ തുടങ്ങും. ആ തല പൊട്ടുമ്പോൾ അത് ഒരുപാട് പിന്നെ കായ് ഉണ്ടാകുന്നത്. ഒരുപാട് കായ് ഉണ്ടാകും തല പൊട്ടിക്കഴിഞ്ഞാൽ. തല പൊട്ടാണ്ടിരുന്നാലാണ് തല പൊട്ടിയിട്ട് ഇങ്ങനെ തലയൊരു പോലെ ഇതിൻ്റെ നടുക്കുന്നെല്ലാം ഇങ്ങനെ പൊട്ടി പോകുമ്പോൾ ഒരുപാട് വിടർന്നിട്ട് നിറച്ചും ഉണ്ടാവും. ആ സമയത്ത് ഇഷ്ടം പോലെ കായും ഇതും ഉണ്ടാവും. അങ്ങനെയാണ് ഈ സ്ലറീൻ്റെ. ഇത് നല്ലതാണ്. ചാരം പൂക്കാനും കായ്ക്കാനുള്ളതാണ്. ചാണകം എല്ലാം അതിലുള്ള സംഗതി എല്ലാം നല്ല ഉഷാറാവേണ്ടതാണ്. ചെടി നന്നാണ്ടാണ്. കടലപ്പിണ്ണാക്ക് അങ്ങനെയുള്ള ഇതാണ്. ഇപ്പോൾ ഞാനിത് എപ്പം കൊടുക്കുന്നതാണ്. എപ്പോഴും ചില ആഴ്ചക്ക് ഈ ബാഗിലാകുമ്പോൾ ആഴ്ചക്ക് കൊടുക്കണം. മറ്റാകുമ്പോൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കൊടുത്താൽ മതി. ഇടയ്ക്ക് നന്ന തളരുമ്പോൾ. ഇതിപ്പോൾ അങ്ങനെ കൊടുക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഒരാഴ്ചക്കൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ 1 മാസമായിട്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കൊടുക്കുന്നത്. അതേപോലെ അങ്ങനെയാണ് ഉള്ളത്. ഇതിലൊരു ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പച്ചക്കറി നട്ടിട്ടാകുമ്പോൾ ഒഴിച്ച് കൊടുത്ത് നോക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ ഗുണം കണ്ടിട്ട് എനിക്ക് കമൻറ്റ് ഇടണം. അത് കമൻറ്റ് ഇട്ടിട്ട് ഇത് ഒഴിച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. നല്ല ശരിക്കുള്ള റിസൾട്ട്. 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ കറുപ്പടിച്ച് വരാൻ തുടങ്ങും. പിന്നെ കായ് ഒന്ന് വളർന്ന് വരും. നല്ല വലിയ കായായിട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ഗുണം. ഇത് കക്കിരിക്കാണ്. ഇത് കക്കിരി, ഇത് താലോലി. ഇത് കക്കിരി. ഇത് രണ്ടിലാണ് ഇപ്പോൾ വയ്ക്കുന്നത്. ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണും. ഇത് കൂടുതലൊന്നും കഴിയണ്ട. ഇപ്പം തന്നെ നല്ലപോലെ കായും പൂവും ഉണ്ടാകുന്നുണ്ട്. നല്ലപോലെ കായും പൂവും ഉണ്ടായി തുടങ്ങി. ഇനി ഇത് ഇഷ്ടംപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പറിക്കാൻ കഴിയും. കായ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടായെങ്കിലേ നമുക്ക് കാര്യമുള്ളൂ. പണിയെടുത്തതിന് കാര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നല്ലപോലെ കായ് ഉണ്ടാകാനും പൂക്കാനും വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. പൂക്കാൻ മാത്രമല്ല ചെടി നന്നാവാൻ. ചെടി നല്ലോണം നല്ല ഉഷാറായിട്ട് ചെടി അതിൻ്റെ തല കൂടുതൽ പടർന്നു പോയിട്ടാകുമ്പോൾ അത് പൊട്ടി അതിൻ്റെ നടുക്കേ കൂടി ഇങ്ങനെ തിരി പൊട്ടി ഇതായിട്ട് വരും. ആ തിരി പൊട്ടിയിട്ടാകുമ്പോഴാണ് ഇതില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. ഇത് കണ്ട
ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ നല്ലോണം പണിയെടുത്തിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് പച്ചക്കറികൾ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം വേണ്ട ഞാൻ വെച്ചാൽ ഇനി അതിൻ്റെ മാറ്റം കണ്ടില്ലേ, ഓരോന്നിനും മാറ്റം അതാണ്. ഇതിപ്പം നിങ്ങൾ കണ്ടുവല്ലോ, ഇത് ഒഴിച്ചത് നിങ്ങൾ കണ്ടുവല്ലോ. ഇനിയിപ്പോൾ ഇത് ഒഴിച്ചു നിങ്ങളൊരു 2-3-4 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇത് തഴച്ച് പന്തൽ നിറച്ചും പളർന്ന് കയറി ഇങ്ങനെ. ഇപ്പം തലയിൽ ഇത്ര കയറിയേ ഉള്ളൂ, പന്തലുമ്പോൾ കയറുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നാണ് നമുക്കിപ്പം കായ് വരുന്നത്. ഇവിടുന്ന് ഇത്രയുള്ള കായാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്നും എല്ലാം തിരി പൊട്ടും. ഇനി ഇങ്ങനെ താഴെ തിരി പൊട്ടിയിട്ട് മേലോട്ട് നമ്മൾ കയറ്റി കൊടുത്താൽ ഇഷ്ടംപോലെ കായ് അതിലാണ് ഉണ്ടാവുക. അതിൽ നല്ലോണം ഉണ്ടാവും. അങ്ങനെയാണ് ഈ അടിയിനെ പൊട്ടിയിട്ട് മേലെ കയറ്റിയിട്ട് മൂടും. അതാണ് ഇത് ഗുണം. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉഷാറായിട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞു, ഞാൻ അതിന് ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക്. അത്രയും ഗ്യാരണ്ടിയാണ്. എന്ന് വെച്ചാൽ ഇത് അത്രയും നല്ല സാധനമാണ്. ഇതെല്ലാവരും അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല. ഒരു ചാണം കലക്കിയിട്ടെന്ന് വെച്ചാൽ വെറും പച്ചച്ചാണം കലക്കിയിട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുകയുള്ളൂ. ഇതല്ല, വേപ്പ് പിണ്ണാക്ക്, പിന്നെ ചാരം, വെല്ലം, പിന്നെ പൊട്ടാസിന് പകരമാണ് ചാരം ഇടുന്നത്. പൊട്ടാസ് ഉണ്ടെങ്കിൽ കായ് പൂക്കുകയും കായ്ക്കുകയും ചെയ്തു. അതിന് വേണ്ടിയിട്ടായി ചാരം. പിന്നെ ചാണകം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുഴുവനും. പിന്നെ ഗോമൂത്രമെല്ലാം ഒഴിക്കും. ഗോമൂത്രമൊന്നും ഇപ്പം ഇല്ല. ഗോമൂത്രം ഒഴിച്ചാൽ നല്ലതാണ്. ഗോമൂത്രം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് ഇത്ര വരെ ഞാനിത് നിങ്ങളിപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ചെയ്ത പണി കണ്ടില്ലേ നിങ്ങൾ? എൻ്റെ പച്ചക്കറിയുടെ ഉഷാറും കണ്ടില്ലേ? ഞാൻ നിങ്ങളീ കാണിക്കുന്നത് ചെയ്യുന്നതല്ലാണ്ട് വേറെ ഒന്നും ഇതെന്നെ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പം തേച്ചും ചെയ്തില്ല. അതാണ് എൻ്റെ അവസ്ഥ. എനിക്ക് അത്രയും കഴിയുന്നില്ല. ഇതിനെ കുറച്ച് സമയം എടുത്താൽ പിന്നെ ഞാൻ കുറച്ച് സമയം പോയി കിടക്കണം. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയും മതി. ഇത് എല്ലാവരും കാണണം. എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. എന്നെ നിങ്ങൾ സഹായിക്കണം. എനിക്ക് അത്രയും പറയാനില്ല. എല്ലാവരോടും, എല്ലാ യൂട്യൂബർമാരോടും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ എൻ്റെ ഈ ഇത്രയും വിജയത്തിൽ എത്തിച്ചത് തന്നെ നിങ്ങളാണ്. എനിക്ക് നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ കമൻറ്റും ഇതെല്ലാം എനിക്ക് നല്ല വിജയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. എനിക്ക് പണിയെടുക്കാനുള്ള ഊർജ്ജവും കൂടി തരുന്നത് നിങ്ങളുടെ കമൻറ്റാണ്. നിങ്ങൾ കാണുന്നതും നിങ്ങളെല്ലാവരും, എനിക്ക് വാച്ച് അവർ കുറവാണ്. നിങ്ങളെല്ലാവരും വീഡിയോ തേച്ചും കാണണം. കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വാച്ച് അവർ കിട്ടുള്ളൂ. അന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടാനാവും. ഇതിപ്പം വാച്ച് അവർ കുറവാണ്. സബ്സ്ക്രൈബർ 1350 പക്ഷേ സബ്സ്ക്രൈബർ 1000 വേണ്ടു. 1000 മോണിറ്റേഷൻ ആവണ്ടെങ്കിൽ അത് കിട്ടിയില്ല. അപ്പം 4000 വാച്ച് അവർ വേണം. അതിപ്പം ഒന്നും ആയിട്ടില്ല. അതാണിപ്പം വേണ്ടത്. അത് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സഹകരിക്കണം. എല്ലാവരും എനിക്ക് വേണ്ടുന്ന ചെയ്തു തരണം. നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്ന ആ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നമസ്കാരം. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ നിങ്ങൾക്ക് നമസ്കാരം, നന്ദി, ഗുഡ് ബൈ.